നമസ്കാരം. സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എങ്ങനെ ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് നോക്കണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡയഗണൽ എലമെന്റ്സ് എന്താണെന്ന് നോക്കാം. ഡയഗണൽ എലമെന്റ്സിനെ പറ്റി നമ്മൾ സെർച്ച് ചെയ്യാൻ നേരത്തെ അവർ പറയുന്നത് ഇതാണ് മെയിൻ ഡയഗണൽ എലമെന്റ്സ്. അപ്പൊ നമുക്ക് മറ്റെന്തെങ്കിലും ഇതിപ്പം എല്ലാം സ്ക്വയർ മെട്രിക്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സ്ക്വയർ മെട്രിക്സ് അല്ലാത്ത ഒന്നിന്റെയും പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണെന്ന് തന്നെ അങ്ങ് അസ്യൂം ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിലേ ഡയഗണൽ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് എഴുതാം. ഞാൻ എഴുതാൻ പോകുന്ന സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു 3x3 സ്ക്വയർ മെട്രിക്സ് ആണ്. എൻ്റെ ആദ്യത്തെ എലമെന്റ് A11, രണ്ടാമത്തെ A12, മൂന്നാമത്തെ A13, അതുപോലെ A21, A22, A23, ലാസ്റ്റ് ഇതെന്ന് പറയുന്നത് A31, A32, A33. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പോയിന്റ് ചെയ്യേണ്ടത് ഒന്ന് A11, പിന്നെ A22, A33. ഇവിടെ 3 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് ഇതിന്റെ റോ ഈക്വൽ ടു കോളം ഈക്വൽ ടു നമ്പർ ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. അപ്പം നമ്പർ ഓഫ് ലിറ്ററേഷൻസ് ആയിരിക്കും. അപ്പൊ റോയും കോളവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഇറ്ററേഷൻ പോകേണ്ട ഒരു ലൂപ്പാണ് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 3 ഇറ്ററേഷൻ പോയാൽ മതി. അപ്പോൾ ഒന്നെങ്കിൽ റോയോ കോളമോ, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 റോ ഉള്ളതുകൊണ്ടാണ് 3 ഇറ്ററേഷൻ വന്നത്, അല്ലെങ്കിൽ 3 കോളം ഉള്ളതുകൊണ്ടാണ്. അപ്പം റോയോ കോളമോ ഏതെങ്കിലും 1 വിചാരിച്ചാൽ മതി. പിന്നെ അതിലെ എലമെന്റ് ആണെങ്കിൽ A11, ഈ 11നെ നമുക്ക് AX എന്ന് എഴുതാം, അല്ലെങ്കിൽ AI എന്ന് എഴുതാം. അപ്പൊ I1 ആകുമ്പോൾ A11 കിട്ടി, I2 ആകുമ്പോൾ A22 കിട്ടും, I3 ആകുമ്പോൾ A33 കിട്ടും. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ പ്രോഗ്രാം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഒരു മെട്രിക്സ് ഉണ്ടാക്കാം. അതിന്റെ റോയും കോളവും ഒക്കെ യൂസറിനെ നിന്ന് മേടിച്ചിട്ട് നമുക്കൊരു മെട്രിക്സ് ഉണ്ടാക്കാം. അതിനുശേഷം ആ മെട്രിക്സിൽ കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് അത്രയും കഴിഞ്ഞിട്ട് നമുക്കത് സ്ക്വയർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ബാക്കി പോകാം. അപ്പം മെട്രിക്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരെ മുമ്പത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നില്ല. അപ്പം അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടവർ ഉറപ്പായും മുമ്പത്തെ വീഡിയോകൾ കണ്ടിരിക്കണം. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർഡിലും ഉണ്ട്. അവിടെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ ഒരു ഇൻറ്റീജർ ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മളുടെ മെട്രിക്സ് റീഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് വരെ എഴുതി. ഇത് മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ഡയഗണൽ ആണോ നോക്കാം. അപ്പൊ നമ്മൾ 3 അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതാണെങ്കിൽ നമ്മളൊരു 3x3 മെട്രിക്സ് ആയിരുന്നു ഉണ്ടാക്കിയത്. നമ്മൾ 3x3 മെട്രിക്സ് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് 3 ഇറ്ററേഷൻ ആണ് വേണ്ടി വന്നത്. ഒന്നെങ്കിൽ റോയുടെ അല്ലെങ്കിൽ കോളത്തിന്റെ അത്രയും നമ്പർ ഓഫ് ടൈംസ് ഒരു ലൂപ്പ് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതിനായിട്ടൊരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പൊ ആ ലൂപ്പ് ഒരു ഫോർ ലൂപ്പ്, ഫോർ I ഈക്വൽ ടു 0, I ലെസ് ദാൻ റോ, I പ്ലസ് പ്ലസ്. അപ്പം 3 തവണ ആ ലൂപ്പ് ഇറ്ററേറ്റ് ചെയ്തോളും. അതിനുശേഷം നമ്മൾ സം ഈക്വൽ ടു സം പ്ലസ് മെട്രിക്സ് ഓഫ് I. മെട്രിക്സ് ഓഫ് I റെപ്രസെന്റ് ചെയ്യുന്നത്
ഈ I എന്ന് പറയുന്നത് R വരെ പോകും, R-1 വരെ പോകും. മെട്രിക്സ് ഓഫ് 0 0, മെട്രിക്സ് ഓഫ് 1 1, മെട്രിക്സ് ഓഫ് 2 2 അതിന്റെ ഒരു എഫക്റ്റ് കിട്ടാനാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ അതിനുശേഷം നമ്മൾ printf. ഓക്കെ, ഇതിൽ നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയായിരുന്നു. അപ്പൊ നമുക്ക് ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയഗണൽ എലമെന്റ്സ് ആണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഇഫ് R = C, ആറും സിയും ഈക്വൽ ആണെങ്കിൽ മാത്രം നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ആറും സി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഉള്ള ഇഫിന്റെ അകത്ത് വേണം നമ്മൾ ഈ പറഞ്ഞ ലൂപ്പ് കൊടുക്കാനായി. എങ്കിൽ മാത്രമേ അതൊരു ഡയഗണൽ മെട്രിക്സ് ആകത്തുള്ളൂ. അപ്പൊ അങ്ങനെ കൊടുത്തു. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യാം സമ്മ്. printf sum of നമ്മൾ അങ്ങനെ സമ്മ് പ്രിന്റ് ചെയ്തു. അപ്പം അതിനുശേഷം അതിന്റെ എൽസ് പാർട്ടില് നോട്ട് ആപ്ലിക്കബിൾ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഇത്രയുമാണ് ശരിക്കും പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ലൂപ്പ്. ബാക്കിയൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന റീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ റൺ കൊടുത്തു. എൻ്റെ നമ്പർ ഓഫ് കോളംസും റോയ്സും കൊടുത്തു. അപ്പം ഞാൻ 2x3 കൊടുക്കുമ്പോൾ മെട്രിക്സിന്റെ വില എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. 1 2 3 2 1 4 5 നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് ഡിയുടെ ആവശ്യമില്ല, ചെറിയൊരു എററാണ് പറ്റിയത്, ക്ഷമിക്കണം. ഒന്നുകൂടെ റൺ ചെയ്യാം. നോട്ട് ആപ്ലിക്കബിൾ എന്ന് വന്നത് ലോജിക്ക് കറക്റ്റ് ആയതുകൊണ്ടാണ്. നമുക്ക് ഇനി 3x3 മെട്രിക്സ് വെച്ച് റൺ ചെയ്ത് നോക്കാം. 1 2 3 4 2 2 4 4 2. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം 2 + 2 + 1 2 2 4 1 5 ആണ്. നമുക്ക് 5 കിട്ടുന്നുണ്ട്. സംഭവം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു മെട്രിക്സ് ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ, സൈനിങ് ഔട്ട്. സീ യു.